Hi everyone. In the last class we have discussed with the basic operations that is performed on the signals. The different operations that is performed on the signals are time shifting, time reversal, time scaling, amplitude scaling, signal addition or subtraction, and the signal multiplication. First let us see both the time scaling and time shifting operation. We have already studied the time scaling operation and time shifting operation separately. Time scaling operation, time shifting operation നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി ടൈം സ്കെയിലിങ്ങും ടൈം ഷിഫ്റ്റിങ്ങും ഒരേ സമയം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണത് പെർഫോം ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. That is y of t is equal to x of at plus b. Here both time shifting and time scaling are there. Let us see the steps to perform this operation. First step is writing x of at plus b as x of a into t plus b by a. അതായത് എ ടി എന്ന് പറയുന്ന ടേമിലെ എ ബ്രാക്കറ്റിന് വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഓഫ് എ ഇൻറ്റു ടി പ്ലസ് ബി ബൈ എ എന്ന് പറഞ്ഞതിനെ എഴുതാൻ പറ്റും. അതായത് ടിയുടെ കോഎഫിഷ്യൻറ്റ് 1 ആക്കിക്കൊണ്ട് നമ്മൾ ആ സിഗ്നലിനെ എഴുതും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി പ്ലോട്ട് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി പ്ലോട്ട് ചെയ്യുക, പ്ലോട്ട് എക്സ് ഓഫ് ടി. ആൻഡ് ദി സ്റ്റെപ്പ് 3 ഈസ് സ്കെയിലിംഗ് എക്സ് ഓഫ് ടി ബൈ എ. അതായത് ബോത്ത് ടൈം സ്കെയിലിങ്ങും ആൻഡ് ടൈം ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ വരുന്ന കേസിലെല്ലാം നമ്മൾ ആദ്യം ടൈം സ്കെയിൽ ചെയ്യുകയും പിന്നീട് ടൈം ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് എക്സ് ഓഫ് ടിയെ എ യൂണിറ്റ് സ്കെയിൽ ചെയ്യുക എന്നുള്ളതാണ്. അത് ആദ്യം ചെയ്യുക. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് നമുക്ക് സ്റ്റെപ്പ് 3യിൽ കിട്ടിയ സിഗ്നലിനെ, അതായത് എ യൂണിറ്റ് സ്കെയിൽ ചെയ്ത് കിട്ടിയ സിഗ്നലിനെ നമ്മൾ ബി ബൈ എ യൂണിറ്റ് ടൈം ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ബി ബൈ എ നമുക്ക് കിട്ടുന്നത് ഈ എക്സ് ഓഫ് എ ഇൻറ്റു ടി പ്ലസ് ബി ബൈ എ എന്ന് പറയുന്ന ടേമിലെ ആ ബ്രാക്കറ്റിനുള്ളിലെ ടി പ്ലസ് ബി ബൈ എ എന്ന് പറയുന്ന ടേമിൽ നിന്നാണ് നമുക്ക് ആ ഷിഫ്റ്റ് ചെയ്യേണ്ടത് എത്ര യൂണിറ്റ് ആണെന്നുള്ളത് മനസ്സിലാകുന്നത്. Hope it is clear. I will explain the both time scaling and time shifting operation by using an example. For the signal x of t shown in figure, plot x of 2t plus 3. It's an example of both time scaling and time shifting operation. ഇവിടെ ഫിഗർ 1.58a എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ സിഗ്നൽ എക്സ് ഓഫ് ടി. ഈ സിഗ്നൽ എക്സ് ഓഫ് ടിയെ നമ്മൾ എക്സ് ഓഫ് 2t plus 3 എന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എക്സ് ഓഫ് ടി. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ് ഓഫ് 2t plus 3 എന്നുള്ളതിനെ എക്സ് ഓഫ് 2 ഇൻറ്റു ടി പ്ലസ് 3/2 എന്നെഴുതുക എന്നുള്ളതാണ്. എക്സ് ഓഫ് 2 ഇൻറ്റു ടി പ്ലസ് 3/2. നെക്സ്റ്റ് എക്സ് ഓഫ് ടി പ്ലോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് എക്സ് ഓഫ് ടിയെ എ യൂണിറ്റ് സ്കെയിൽ ചെയ്യുക. ഇവിടെ എ എന്ന് പറയുന്നത് 2 ആണ്, ബിക്കോസ് എക്സ് ഓഫ് 2t plus 3 ആണ്. ദാറ്റ് ഈസ് 2 യൂണിറ്റ്സ് സ്കെയിൽ ചെയ്യുക. എക്സ് ഓഫ് ടിയെ 2 യൂണിറ്റ്സ് ടൈം സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. അതായത് ഓരോ ടൈമും ഡിവൈഡഡ് ബൈ 2 ആകും. അതായത് -1 എന്നുള്ളത് -1/2 ആകും, 1 എന്നുള്ളത് 1/2 ആകും, 2 എന്നുള്ളത് 2/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആകും. ഓരോ ടൈമും ഡിവൈഡഡ് ബൈ 2 ആകും. എക്സ് ഓഫ് 2t എന്ന് പറയുന്ന ഓപ്പറേഷൻ, ദാറ്റ് ഈസ് ടൈം സ്കെയിലിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിയുമ്പോഴേക്ക് ആ ടൈം സ്കെയിലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സിഗ്നലാണ് ഇവിടെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ കാണിച്ചിരിക്കുന്നത്. അതായത് എക്സ് ഓഫ് 2t എന്ന് പറയുന്ന സിഗ്നലാണ് റൈറ്റ് സൈഡിൽ ടോപ്പിൽ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് 2 യൂണിറ്റ് ടൈം സ്കെയിൽഡ് എക്സ് ഓഫ് ടി. ദെൻ the next step is we have to shift the x of 2t by 3/2 unit.
അതായത് നമുക്ക് എക്സ് ഓഫ് 2t പ്ലസ് 3യെ എക്സ് ഓഫ് 2 ഇൻറ്റു ടി പ്ലസ് 3/2 എന്ന് എഴുതി കഴിയുമ്പോൾ നമുക്ക് ആ ഉള്ളിലുള്ള ടി പ്ലസ് 3/2 വെച്ചിട്ടാണ് നമ്മൾ ഷിഫ്റ്റിംഗ് നടത്തേണ്ടത്. ഇവിടെ ടി പ്ലസ് 3/2 ആയതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ഷിഫ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 3/2 യൂണിറ്റ്സ് ആണ് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് കിട്ടിയ എക്സ് ഓഫ് 2tയെ നമ്മൾ 3/2 യൂണിറ്റ് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ 3/2 യൂണിറ്റ് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമുള്ള സിഗ്നലാണ് ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ താഴെ കാണിച്ചിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത്. അതായത് ഓരോ ടൈമും നമ്മൾ 3/2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും, ആ സിഗ്നൽ ലഭിക്കുന്നതാണ്. അതായത് -1/2യിൽ നിന്ന് 3/2 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -2 കിട്ടും. 0 - 3/2 we will get -3/2. 1/2 - 3/2 we will get -1. 1 - 3/2 we will get -1/2. So this is how we have to perform both time scaling and time shifting operation. Hope it is clear. Now let us see one more example. It is not the example for both time scaling and time shifting operation. It is an example of basic operations on signals. That is, it is one of the example of signal subtraction. Plot u of n plus 2 minus u of n minus 3. u of n plus 2 minus u of n minus 3 എന്ന് പറയുന്ന ഓപ്പറേഷനാണ് നമ്മളിവിടെ നടത്തേണ്ടത്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, രണ്ട് സിഗ്നലുകൾ തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ്. u of n plus 2ൽ നിന്ന് u of n minus 3 സബ്ട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ്. വി നോ u of n ഈസ് ദി യൂണിറ്റ് സ്റ്റെപ്പ് സീക്വൻസ്. ഡിസ്ക്രീറ്റ് യൂണിറ്റ് സ്റ്റെപ്പ് സീക്വൻസ് ആണ് u of n എന്ന് പറയുന്നത്. ഇതൊരു ഡിസ്ക്രീറ്റ് സിഗ്നലാണ്. Now let us see how to do this. So the first step is obtaining u of n plus 2. നമുക്കറിയാം u of n plus 2 ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ u of n എന്ന് പറയുന്ന സിഗ്നലിനെ 2 യൂണിറ്റ് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് u of n plus 2 കിട്ടുന്നതാണ്. ദാറ്റ് ഈസ് ഷിഫ്റ്റിംഗ് u of n by 2 യൂണിറ്റ്സ് ടു ദി ലെഫ്റ്റ് ഗീവ്സ് u of n plus 2. ദാറ്റ് ഈസ് സിഗ്നൽ അഡ്വാൻസിങ്. നമ്മളത് കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്, സിഗ്നൽ അഡ്വാൻസിങ്. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് u of n minus 3 ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഷിഫ്റ്റ് u of n ടു ദ റൈറ്റ് ബൈ 3 യൂണിറ്റ്സ് വിൽ ഗെറ്റ് u of n minus 3. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് u of n plus 2 ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതും സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് u of n minus 3 ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതുമാണ്. ഇത് രണ്ടും ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് ടു സബ്ട്രാക്ട് u of n minus 3 ഫ്രം u of n plus 2 ടു ഗെറ്റ് ദി ഡിസൈർഡ് ഔട്ട്പുട്ട്. ലെറ്റ് us see this with by the help of figures. That is, in the first figure, that is in figure A, we can see the u of n plus 2. We know u of n is the discrete unit step sequence. That is, u of n എന്ന് പറയുന്നത് എന്താണ്, 0 to infinity, 0 1 2 3 etc. up to infinity വരെ, n-ൻ്റെ വാല്യൂ 0 1 2 3 4 etc. up to infinity വരെ 1 മാഗ്നിറ്റ്യൂഡുള്ള ഒരു സിഗ്നലാണ് u of n എന്ന് പറയുന്നത്. ആ സിഗ്നലിനെ 2 യൂണിറ്റ് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിഗർ എയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു സീക്വൻസ് ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് -2 -1 0 1 2 അപ് ടു ഇൻഫിനിറ്റി വരെ മാഗ്നിറ്റ്യൂഡ് 1 ഉള്ള ഒരു സീക്വൻസ് ആയിരിക്കും u of n plus 2 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ u of n minus 3 എന്ന് പറയുന്നത് എന്താണ്, 3 4 5 etc. അപ് ടു ഇൻഫിനിറ്റി വരെ മാഗ്നിറ്റ്യൂഡ് 1 ഉള്ള ഒരു സീക്വൻസ് ആയിരിക്കും u of n minus 3 എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് 3 യൂണിറ്റ്സ് റൈറ്റ് ഷിഫ്റ്റഡ് u of n. u of n plus 2 u of n minus 3 കിട്ടിക്കഴിഞ്ഞാൽ u of n plus 2 മൈനസ് u of n minus 3 ആണ് നമുക്ക് പെർഫോം ചെയ്യേണ്ട ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം സിഗ്നൽ സബ്ട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാഗ്നിറ്റ്യൂഡും നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്യേണ്ട സിഗ്നലിൻ്റെ മാഗ്നിറ്റ്യൂഡുമായിട്ട് സബ്ട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ അറിയാം, ഇവിടെ -2 -1 0 1 2 3 4 5 etc. അപ് ടു ഇൻഫിനിറ്റി വരെ u of n plus 2ൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അതുപോലെ 3 4 5 6 etc. അപ് ടു ഇൻഫിനിറ്റി വരെ u of n minus 3യുടെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പോൾ u of n plus 2 മൈനസ് u of n minus 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -2 -1 0 1 2 എന്ന് പറയുന്ന n വാല്യൂസിൽ നമ്മുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. പിന്നെ 3 4 5 etc. അപ് ടു ഇൻഫിനിറ്റി വരെ മാഗ്നിറ്റ്യൂഡ് 0 ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ഗെറ്റ്സ് ക്യാൻസൽഡ്. u of n plus 2 മൈനസ് u of n minus 3 ചെയ്യുമ്പോഴേക്ക് 3 4 5 etc. അപ് ടു ഇൻഫിനിറ്റി വരെയുള്ള മാഗ്നിറ്റ്യൂഡ് ക്യാൻസൽ ചെയ്ത് പോകും. സോ the output is shown in figure C.
Hope it is clear. Okay, next we will see one more example, that is u of minus n plus 2 into u of n. It is a മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ. ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷനാണ് തന്നിരിക്കുന്നത്, രണ്ട് സിഗ്നലിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ ഇതൊരു രണ്ട് ഡിസ്ക്രീറ്റ് സിഗ്നലാണ്. യു ഓഫ് മൈനസ് എൻ പ്ലസ് ടുവിനെ യു ഓഫ് എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? യു ഓഫ് മൈനസ് എൻ പ്ലസ് ടു കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, യു ഓഫ് മൈനസ് എൻ പ്ലസ് ടു എന്ന് പറയുന്നത് ബോത്ത് ഫോൾഡിങ് ആൻഡ് ടൈം ഷിഫ്റ്റിംഗ് വരുന്ന ഓപ്പറേഷനാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. ബോത്ത് ടൈം ഷിഫ്റ്റിങ്ങും ടൈം റിവേഴ്സലും വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ആ ഓപ്പറേഷൻ നടത്തുക എന്നുള്ളത്. അതായത് യു ഓഫ് മൈനസ് എൻ പ്ലസ് ടുവിനെ നമ്മൾ ആദ്യം യു ഓഫ് മൈനസ് ഓഫ് എൻ മൈനസ് ടു എന്ന് എഴുതുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ എഴുതിയതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ യു ഓഫ് എന്നിനെ ഫോൾഡ് ചെയ്ത് യു ഓഫ് മൈനസ് എൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. യു ഓഫ് എന്നിനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യു ഓഫ് മൈനസ് എൻ കിട്ടുന്നതാണ്. അങ്ങനെ കിട്ടുന്ന യു ഓഫ് മൈനസ് എന്നിനെ 2 യൂണിറ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് യു ഓഫ് മൈനസ് എൻ പ്ലസ് ടു എന്ന് പറയുന്ന സിഗ്നൽ കിട്ടുന്നതാണ്. ഈ 2 യൂണിറ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ ഈ ബ്രാക്കറ്റിനുള്ളിൽ n മൈനസ് 2 എന്ന് പറയുന്ന എക്സ്പ്രഷനിൽ നിന്നാണ്. യു ഓഫ് മൈനസ് ഓഫ് n മൈനസ് 2 എന്ന് പറയുന്ന ആ ടേമിലെ ബ്രാക്കറ്റിനുള്ളിൽ n മൈനസ് 2 എന്ന് പറയുന്ന എക്സ്പ്രഷനിൽ നിന്നാണ് നമുക്ക് 2 യൂണിറ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നത്. സോ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് യു ഓഫ് മൈനസ് എൻ പ്ലസ് 2 എന്ന് പറയുന്ന സിഗ്നൽ ലഭിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന സ്റ്റെപ്പ് 2-ൽ കിട്ടുന്ന സിഗ്നലിനെ യു ഓഫ് എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി ഡിസൈഡ് ഔട്ട്പുട്ട്. നമുക്കിത് ഫിഗർ കൊണ്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഫിഗർ 1.46-ൽ കാണിച്ചിരിക്കുന്ന യു ഓഫ് മൈനസ് എൻ പ്ലസ് 2 ആണ്. അതായത് യു ഓഫ് മൈനസ് എൻ പ്ലസ് 2 കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം യു ഓഫ് എന്നിനെ ഫോൾഡ് ചെയ്യുക. നമുക്കറിയാം യു ഓഫ് എൻ എന്ന് പറയുന്ന സിഗ്നൽ ഫ്രം 0 1 ടു ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് n ഈക്വൽ ടു 0 1 2 3 അപ് ടു ഇൻഫിനിറ്റി വരെ 1 മാഗ്നിറ്റ്യൂഡുള്ള സിഗ്നലാണ് യു ഓഫ് എൻ. അങ്ങനെയാണെങ്കിൽ അതിനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സിഗ്നൽ, അല്ലെങ്കിൽ ടൈം റിവേഴ്സൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സിഗ്നൽ യു ഓഫ് മൈനസ് എൻ എന്ന് പറയുന്നത് 0 -1 -2 -3 എക്സെട്ര അപ് ടു മൈനസ് ഇൻഫിനിറ്റി വരെ 1 മാഗ്നിറ്റ്യൂഡുള്ള ഒരു സിഗ്നലായിരിക്കും. ഇനി അതിനുശേഷം ഈ സിഗ്നലിനെ 2 യൂണിറ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഈ ഫിഗർ 1.46-ൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു സിഗ്നലായിരിക്കും. അതായത് 2 1 0 -1 -2 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരെ 1 മാഗ്നിറ്റ്യൂഡുള്ള ഒരു സിഗ്നലായിരിക്കും യു ഓഫ് മൈനസ് എൻ പ്ലസ് 2 എന്ന് പറയുന്നത്. ഇനി ഈ ഫിഗർ 1.46-ൽ കിട്ടുന്ന ഈ സിഗ്നലിനെ യു ഓഫ് എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് ഓരോ മാഗ്നിറ്റ്യൂഡും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ സാധ്യമാകുന്നത്. അപ്പോൾ യു ഓഫ് എൻ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു ഓഫ് എന്നിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0 1 2 എന്നിൻ്റെ വാല്യൂ 0 1 2 അപ് ടു ഇൻഫിനിറ്റി വരെ 1 മാഗ്നിറ്റ്യൂഡുള്ള സിഗ്നലാണ് യു ഓഫ് എൻ എന്ന് പറയുന്നത്. അപ്പോൾ യു ഓഫ് മൈനസ് എൻ പ്ലസ് 2വിനെ യു ഓഫ് എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് അപ് ടു മൈനസ് ഇൻഫിനിറ്റി ടു -1 വരെയുള്ള വാല്യൂസ് എല്ലാം എന്താകും, 0 ആയി പോകും. കാരണം 1 × 0 എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ 0 1 2 എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റിൽ മാത്രമേ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവുകയുള്ളൂ, അത് 1 ആയിരിക്കും. പിന്നെ 3 4 5 അപ് ടു ഇൻഫിനിറ്റി വരെയുള്ള മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദാറ്റ് ഈസ് വി വിൽ ഗെറ്റ് എ സിഗ്നൽ ദാറ്റ് ഈസ് ഷോൺ ഇൻ ഫിഗർ 1.47. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് കോൺടാക്ട് മീ. Okay, let us see one more example. For the signal x of t shown in figure, plot x of t minus 2. It is just the simple operation of time shifting. ഇവിടെ ടൈം ഷിഫ്റ്റിംഗ് ഓപ്പറേഷനാണ്. എക്സ് ഓഫ് ടി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഷോൺ ഇൻ ഫിഗർ 1.58a. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ഓഫ് ടി മൈനസ് 2 ആണ്. എക്സ് ഓഫ് ടി മൈനസ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലേയ്ഡ് സിഗ്നലാണ്, 2 യൂണിറ്റ്സ് ഡിലേയ്ഡ് സിഗ്നലാണ്. നമുക്കറിയാം ഡിലേയ്ഡ് സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നലിനെ മൊത്തത്തിൽ നമുക്ക് 2 യൂണിറ്റ്സ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സിഗ്നലാണ് ഡിലേയ്ഡ് സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ തന്നിരിക്കുന്ന 1.58aയിൽ തന്നിരിക്കുന്ന സിഗ്നലിനെ 2 യൂണിറ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിഗർ 1.58bയിൽ കാണുന്ന പോലെ ഒരു സിഗ്നലായിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദി ആൻസർ. Let us see one more example. For the signal x of t shown in figure, plot x of 3/2t. അതായത് തന്നിരിക്കുന്ന സിഗ്നൽ x of tയിൽ നിന്നും
x(3/2t) ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഇതെന്താണ്, ഇതൊരു ടൈം സ്കെയിലിംഗ് ഓപ്പറേഷനാണ്. ടൈം സ്കെയിലിംഗ് ഓപ്പറേഷൻ, ദാറ്റ് ഈസ് x(at) എന്ന ഫോമിൽ കിടക്കുന്ന ഒരു ഓപ്പറേഷനാണ് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത്, x(3/2t). അപ്പോൾ ഫിഗർ 1.58aയിൽ നമുക്ക് x(t) തന്നിട്ടുണ്ട്. ഇതിനെ ടൈം സ്കെയിൽ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഓരോ ടൈമിനെയും ആ ഏത് യൂണിറ്റ് കൊണ്ടാണോ സ്കെയിൽ ചെയ്യേണ്ടത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എക്സാമ്പിൾ x(at) ആണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ ഓരോ ടൈമിനെയും നമ്മൾ a കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ a വാല്യൂ എന്ന് പറയുന്നത് 3/2 ആണ്. സോ വി ഹാവ് ടു ഡിവൈഡ് ഈച്ച് ടൈം ബൈ 3/2. ഈച്ച് ഡിവൈഡ് ബൈ 3/2 മീൻസ് മൾട്ടിപ്ലൈയിങ് ബൈ 2/3 അല്ലേ. സോ ഈ ഓരോ ടൈമിനെയും നമ്മൾ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് ലഭിക്കുന്നതാണ്. അതായത് ഇവിടെ -1നെ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2/3 കിട്ടും. 0യെ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 തന്നെ കിട്ടുന്നതാണ്. 1നെ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/3 കിട്ടും. 2നെ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4/3 കിട്ടും. സോ വി വിൽ ഗെറ്റ് ആൻ ഔട്ട്പുട്ട് ദാറ്റ് ഈസ് ഷോൺ ഇൻ ഫിഗർ 1.58e. ഇവിടെ മാഗ്നിറ്റ്യൂഡിനൊന്നും ഒരു വ്യത്യാസവും സംഭവിക്കുന്നില്ല, ആകെ ടൈമിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ദാറ്റ് ഈസ് ദി ടൈം സ്കെയിലിംഗ് ഓപ്പറേഷൻ. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. Okay, we will see one more example. For the same signal that is shown in figure 1.58a, ഈ ഫിഗർ 1.58aയിൽ തന്നിരിക്കുന്ന സിഗ്നൽ x(t)യിൽ നിന്ന് x(-t+1) ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ഈ തന്നിരിക്കുന്ന ഫിഗർ 1.58aയിൽ നിന്ന് x(-t+1) എന്ന് പറയുന്ന സിഗ്നൽ ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം x(-t+1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, ബോത്ത് ഫോൾഡിങ് അല്ലെങ്കിൽ ബോത്ത് ടൈം റിവേഴ്സൽ ആൻഡ് ടൈം ഷിഫ്റ്റിംഗ് വരുന്ന ഒരു കേസാണ്. ബോത്ത് ടൈം റിവേഴ്സൽ ആൻഡ് ടൈം ഷിഫ്റ്റിംഗ് വരുന്ന കേസാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമുക്കറിയാം ഫസ്റ്റ് നമ്മൾ എന്താണ് x(-t+1)നെ x(-t−1) എന്ന് എഴുതുക. അപ്പോൾ ആ സ്റ്റെപ്പ് ഇവിടെ കാണിച്ചിട്ടില്ല, എങ്കിൽ കൂടി നമുക്ക് എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് x(-t+1) ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിനെ നമ്മൾ ആ മൈനസിനെ നമ്മൾ ബ്രാക്കറ്റിന് വെളിയിലേക്ക് എടുത്തിട്ട് x(-t−1) എന്ന് പറഞ്ഞ് എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം x(t)യെ നമ്മൾ ടൈം റിവേഴ്സൽ നടത്തുക. ഇതാണ് നമ്മുടെ സിഗ്നൽ. ഈ ഫിഗർ 1.58aയിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ സിഗ്നൽ x(t) എന്ന് പറയുന്നത്. അതിനെ ടൈം റിവേഴ്സൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ടൈം റിവേഴ്സൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് അതിൻ്റെ മിറർ ഇമേജ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എടുത്ത സിഗ്നലാണ് x(-t). ദാറ്റ് ഈസ് ഫോൾഡഡ് സിഗ്നൽ അല്ലെങ്കിൽ ടൈം റിവേഴ്സ്ഡ് സിഗ്നലാണ് നമ്മളിവിടെ കാണുന്ന 1.58 ഫിഗർ 1.58fൽ കാണുന്ന സിഗ്നലാണ് ടൈം റിവേഴ്സ്ഡ് സിഗ്നൽ എന്ന് പറയുന്നത്. ടൈം റിവേഴ്സ്ഡ് സിഗ്നൽ ദാറ്റ് ഈസ് x(-t), അതായത് വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് വി ആർ ടേക്കിംഗ് ദി മിറർ ഇമേജ്. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് മിറർ ഇമേജ്, നമ്മൾ ഈ സിഗ്നൽ x(t)യുടെ മിറർ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിഗർ 1.58fൽ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു സിഗ്നലായിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം നമുക്കറിയാം x(-t−1)ൻ്റെ ആ ബ്രാക്കറ്റിനുള്ളിലെ t−1ൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് വേണ്ടത് 1 യൂണിറ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു സിഗ്നലാണ്. അതായത് നമുക്ക് കിട്ടുന്ന x(-t) എന്ന് പറയുന്ന സിഗ്നലിനെ, അതായത് ടൈം റിവേഴ്സൽ നടത്തിയ x(t), ദാറ്റ് ഈസ് x(-t) എന്ന് പറയുന്ന ആ സിഗ്നലിനെ നമ്മൾ 1 യൂണിറ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം. ഈ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുകയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് എവിടെ നിന്നാണ്, x(-t−1) എന്ന് പറയുന്ന ആ എക്സ്പ്രഷനിൽ നിന്നാണ്. അതായത് ബ്രാക്കറ്റിനുള്ളിൽ വരുന്ന എക്സ്പ്രഷൻ t−1 ആണ്. സോ വി നോ ദാറ്റ് 1 യൂണിറ്റ് ഈസ് റൈറ്റ് ഷിഫ്റ്റിംഗ്. വി ആർ ഷിഫ്റ്റിംഗ് ദി സിഗ്നൽ ടു ദി റൈറ്റ് ബൈ 1 യൂണിറ്റ്. അപ്പോൾ ഈ x(-t) എന്ന് പറയുന്ന സിഗ്നലിനെ 1 യൂണിറ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫിഗർ 1.58gയിൽ കാണിച്ചിരിക്കുന്ന ഒരു സിഗ്നലായിരിക്കും ലഭിക്കുന്നത്. അതായത് നമുക്കിവിടെ അറിയാം ഈ x(-tയെ 1 യൂണിറ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ -2 എന്ന് പറയുന്ന ടൈം -1ലേക്ക് മാറും, -1 എന്ന് പറയുന്ന ആ ടൈം 0യിലേക്ക് മാറും, 0 എന്ന് പറയുന്ന ആ ടൈം 1ലേക്ക് മാറും, 1 എന്ന് പറയുന്ന ആ ടൈം
2ലേക്ക് ചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണ് എൻ്റയർ സിഗ്നൽ എക്സ് ഓഫ് മൈനസ് ടിയെ 1 യൂണിറ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ബോത്ത് ടൈം സ്കെയിലിംഗ് ആൻഡ് ടൈം ഷിഫ്റ്റിംഗ് വരുന്ന കേസിൽ നമ്മൾ ബോത്ത് ടൈം റിവേഴ്സൽ ആൻഡ് ടൈം ഷിഫ്റ്റിംഗ് വരുന്ന കേസിൽ നമ്മൾ ഫസ്റ്റ് ടൈം ഷിഫ്റ്റ് ചെയ്യുക ടൈം റിവേഴ്സൽ നടത്തുക, അതിനുശേഷം ടൈം ഷിഫ്റ്റിംഗ് ചെയ്യുക. അതുപോലെ തന്നെ ബോത്ത് ടൈം സ്കെയിലിംഗ് ആൻഡ് ടൈം ഷിഫ്റ്റിംഗ് വരുന്ന കേസിലും നമ്മൾ ആദ്യം ടൈം സ്കെയിലിംഗ് ചെയ്യുക, പിന്നെ ടൈം ഷിഫ്റ്റിംഗ് ചെയ്യുക. Hope it is clear. Further topics will be discussed in the next class. Thank you.